ക്കും ഈശോയ്ക്കും എൻ്റെ 1000 നന്ദി. ഞാൻ എറണാകുളം ജില്ലയിലെ പച്ചാളം ചാത്യാത്തിടവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ച 4 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. അതിൽ എൻ്റെ മോൾക്ക് IELTS കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനായിരുന്നു. പക്ഷേ അത് കിട്ടണമെങ്കിൽ ഒത്തിരി IELTS മോൾ 2 പ്രാവശ്യം എഴുതിയതാണ്. പക്ഷേ ഒരു മൊഡ്യൂളിന് 5.5 വന്നു. പക്ഷേ കാനഡയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും 6 വേണം. പക്ഷെ ഓവറോൾ നല്ല സ്കോർ ഉണ്ടായിരുന്നു. റീഡിങ്ങിന് മാത്രം 5.5. 2 പ്രാവശ്യം എഴുതിയപ്പോഴും സെയിം തന്നെയാണ് വന്നത്. പിന്നെ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യാം ഏജൻസി പറഞ്ഞു. പഴയ IELTS സ്കോർ വെച്ചിട്ട് നമുക്ക് ടൊറൻറ്റോയിൽ തന്നെ നല്ല കോളേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നൊരു ഓപ്ഷൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചെയ്തു വെച്ചു. എങ്കിലും നമുക്ക് പോകണമെങ്കിൽ IELTS 2ാമത് എഴുതണം, നല്ല സ്കോറും കിട്ടണം, ഇൻഡിവിജ്വൽ 6 ലഭിക്കണം. അപ്പോൾ മോൾക്ക് ആകെ ടെൻഷനായി. എങ്കിലും ഞങ്ങൾ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്തു. IELTS ഒരു പ്രാവശ്യം കൂടി എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ മോള് കാശ് രൂപയൊക്കെ ആയിട്ടാണ് എക്സാം എഴുതിയത്. വന്നപ്പോൾ മമ്മി എനിക്ക് റീഡിങ് പിന്നെയും ടഫായിരുന്നു, ഒട്ടും എന്താ വെച്ചാൽ ഇനി അടുത്ത ഡേറ്റ് എടുത്തോ മമ്മി, എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങൾ ജാനുവരി ഇൻടേക്കാണ് നോക്കിയത് പോകാൻ. അപ്പോൾ മോൾക്ക് ഏകദേശം ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പം നമുക്ക് ടൈമില്ല, 3 മാസം മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ ആകെ ടെൻഷനായി. ഓഫർ ലെറ്റർ വന്നിട്ടില്ല, IELTS ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ 2 പ്രാവശ്യം ഉടമ്പടി ജാനുവരിയിലാണ് ഞാൻ എടുത്തത്. 1-ാം തീയതി ജാനുവരി 26-ാം തീയതി എടുത്തെങ്കിലും എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആയിട്ട് പാലിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പേപ്പർ കിട്ടിയാലും ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തിരുന്നത്. അതുപോലെ എൻ്റെ ഷോപ്പിൽ വരുന്നവർക്കൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. അത് പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ 3ാമത് ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ കറക്റ്റ് എല്ലാം പാലിക്കുമെന്ന് തന്നെ ഒരു നിശ്ചയം എടുത്തിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പേപ്പർ കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാൻ അതായത് പള്ളിയിൽ 3 സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് വരുന്ന എല്ലാവർക്കും കൊടുത്തു. ചിലർ വേണ്ടാന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ എല്ലാവർക്കും ആ പേപ്പർ മൊത്തം സബ്മിറ്റ് കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി പേരെ എനിക്ക് സഹായിക്കാൻ പറ്റി. ഞാൻ ഡെയിലി രാവിലത്തെ ഫുഡ് കഴിക്കില്ല, പക്ഷെ ഉണ്ടാക്കും. അത് ഞാൻ മോളെ കോളേജിൽ ആക്കുമ്പോൾ പോകുന്ന വഴി ഏതെങ്കിലും വയ്യാത്തൊരു ആൾക്ക് അത് കൊടുക്കും ഡെയിലി. അങ്ങനെ ഒരു ആഴ്ചയിൽ 6 ദിവസവും ഞാൻ ഫാസ്റ്റ് ചെയ്യും. അതുപോലെ ഫുഡും കൊടുക്കും. അതുമാത്രമല്ല, എൻ്റെ അടുത്ത് ഒത്തിരി അമ്മമാർ വരാറുണ്ട് സഹായം ചോദിച്ച്. ഒരിക്കലും അവരെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, ഡ്രസ്സാണെങ്കിലും പൈസയാണെങ്കിലും എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി അമ്മമാരെ കണ്ടു, കിടപ്പായിട്ട് രോഗികളായിട്ടുള്ള അമ്മമാരെ കണ്ടു. അവർക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യം വാങ്ങിച്ചു കൊടുക്കാനും അവരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും. ഇനി ക്രിസ്മസിന് ഞങ്ങൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ കുറച്ച് ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം. അങ്ങനെയും ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എന്നെ ഫോണിൽ വിളിക്കും. എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. പള്ളിയിൽ കറക്റ്റായിട്ട് പോകാനും ഡെയിലി പ്രെയർ മുടങ്ങൂല. എനിക്കൊരു ഷോപ്പുണ്ട്, എനിക്കൊരു കോഫി ഷോപ്പാണ് എൻ്റെ വീടിൻ്റെ താഴത്ത് തന്നെയാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് റൺ ചെയ്യുന്നത്, അവിടെ സ്റ്റാഫൊന്നുമില്ല. അപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളാണെങ്കിലും ഷോപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഒന്നും വിടില്ല, എല്ലാം കറക്റ്റായിട്ട്. മാത്രം ഫാമിലിയായിട്ട് മേളിച്ച് എന്നിട്ട് വേണം എത്തിക്കാൻ. ഇച്ചിരി ലേറ്റ് ആവും, കാരണം 10 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വേണം പ്രാർത്ഥന എത്തിക്കാൻ. പക്ഷെ അതുപോലും ഞാൻ മുടക്കിയിട്ടില്ല. ഹസ്ബൻഡ് ഇല്ലെങ്കിലും ഞങ്ങൾ മുടങ്ങാതെ ചെല്ലും. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നടന്നത്. ഫസ്റ്റ് വന്നത് എൻ്റെ മോളുടെ 5:30 പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഓഫർ ലെറ്റർ, അതായത് മെയിൽ ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ മോൾക്ക് ഓഫർ ലെറ്റർ വന്ന് കിടക്കണതാണ് ഹംബറിൽ നിന്ന്. അത് 4 മാസമായിട്ട് ഓഫർ ലെറ്റർ കിട്ടിയില്ല.
ശരിക്കും 2 വീക്സ് 3 മന്ത്സ് 1 മന്ത് കൊണ്ടൊക്കെ കിട്ടും. പക്ഷേ ഇതോ ഹംബർ എന്ന് പറഞ്ഞ കോളേജ്, അത് ഇച്ചിരി ടഫാണ് കിട്ടാൻ, അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല. പക്ഷേ എൻ്റെ മോൾക്ക് 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഏജൻസി വിളിച്ച് ചോദിക്കും, ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയും രണ്ടാമത് അപ്ലൈ ചെയ്യണോ? അപ്പോൾ അവർ ഇല്ല, കിട്ടും മാഡം, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടി. IELTS റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതും എൻ്റെ മോൾക്ക് ഇതുപോലെ 5:30-ക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത് മെയിൽ. അതിൽ ഞാൻ നോക്കിയത് റീഡിങ്ങിന് എൻ്റെ മോൾക്ക് എത്രയുണ്ടെന്നാണ്. എൻ്റെ മോൾക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും 6, ലിസണിങ്ങിന് 8.5, എല്ലാത്തിനും ഓവറോൾ 7 കിട്ടി. എൻ്റെ മാതാവ് എൻ്റെ മോൾക്ക് നല്ല സ്കോർ. ജാനുവരി ഇൻടേക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല, കാരണം സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയാണ് നടന്നു എന്നൊന്നും അറിയില്ല. ഫീസ് അടയ്ക്കാനും എല്ലാ കാര്യങ്ങളും കൂടുതൽ എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കാനും എല്ലാം സ്പീഡിൽ നടന്നു. വിത്തിൻ 15 ഡേയ്സ് മോളുടെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ബയോമെട്രിക്സ് മെഡിക്കൽ എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. എല്ലാത്തിനും ഞാൻ പ്രാർത്ഥിച്ച്, എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക് മാതാവ് തരും. കാരണം അത്രയും ഞാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്ക് തരുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അത് മെയ്യിലേക്കാണ് ഞങ്ങൾ വിചാരിച്ചത് കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് ജാനുവരി ഇൻടേക്ക് ഡേറ്റ് ഇട്ട് ഇന്നത്തെ ഡേറ്റ് പ്രാർത്ഥിച്ച് ഇന്ന് വിസ അപ്രൂവൽ വന്നു മോൾക്ക്. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പാസ്പോർട്ട് നാളെ സബ്മിറ്റ് ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി. അതുകൂടാതെ ഞങ്ങൾക്ക് ഈ കാനഡ വിസ എന്ന് വെച്ചാൽ ഇച്ചിരി ടഫാണ് കിട്ടാൻ. കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് ഇയേഴ്സ് ബാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫാമിലി വിസ. അങ്ങനെ ഒത്തിരി വിസിറ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാത്തിലും ഞങ്ങൾക്ക് റിജക്ഷൻസാണ്. കാരണം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ട്, എൻ്റെ ഡാഡി എല്ലാവരും അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ പോയാൽ തിരിച്ചു വരില്ല. പിന്നെ PR-ൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയില്ല. അങ്ങനെ ഒത്തിരി റീസൺ കൊണ്ട് റിജക്ഷൻസ് വന്നു. അപ്പോൾ ഏജൻസി പറഞ്ഞത് മോളുടെ കാര്യം നടക്കാൻ പ്രയാസമാണ്, കാരണം നിങ്ങൾക്ക് ഹിസ്റ്ററി അവർ ചോദിക്കുമ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ 50% ഏജൻസി പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ മെയിൽ വന്നു, അവിടെ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് വിസ അപ്രൂവലായെന്ന്. ഇനിയും ഉടമ്പടിയിൽ 2 കാര്യങ്ങളും കൂടി ഉണ്ട്. അതിലൊരു കാര്യം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും എനിക്ക് ഉടനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരെണ്ണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതും അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1 കോടി നന്ദി.